يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. കേരള ഇസ്ലാമിക് അസോസിയേഷൻ ഖദറ യൂണിറ്റ് സംഘടിപ്പിച്ച ഒരു അനുമോദന പരിപാടിയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഏതൊരു സമൂഹത്തിൻ്റെയും പുരോഗതിക്കും ഉയർച്ചക്കും വളരെ അനിവാര്യമായ ഒരു ഘടകമാണ് വൈജ്ഞാനികമായ വിദ്യാഭ്യാസപരമായ ഉയർച്ചയും നേട്ടങ്ങളും. സമൂഹത്തിലെ വ്യക്തികൾ ഉന്നത വിദ്യാഭ്യാസം നേടിയാൽ മാത്രമേ ആ സമൂഹത്തിന് ഉയർന്ന പുരോഗതിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. നാം നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അവരെ പരമാവധി ഉയർന്ന പദവികളിലേക്ക് എത്തിക്കുവാനും ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അത്തരത്തിൽ വിജയിക്കുന്ന കുട്ടികളെ അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം നമ്മുടെ പുരോഗതിയാണ് അവരുടെ വിജയത്തിലൂടെ നാം ഉണ്ടാക്കി തീർക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ വിജയിച്ച സെക്കൻഡറി, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ വിജയിച്ച നമ്മുടെ ഈ പ്രദേശത്തുള്ള കുട്ടികൾക്ക് അവർക്കൊരു പ്രോത്സാഹനമായിക്കൊണ്ടും അവരുടെ വിജയത്തിനുള്ള അഭിനന്ദനമായിക്കൊണ്ടും നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇതിൽ സംബന്ധിക്കുന്നവർക്ക് സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യമാണ് ഞാൻ നിർവഹിക്കുവാൻ പോകുന്നത്. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റ അദ്ദേഹത്തിന് ശാരീരികമായി അസുഖമുണ്ടായിരുന്നെങ്കിലും ആ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റ ജനാബ് അബ്ദുറഹീം നജ്വി അദ്ദേഹം പരിപാടിക്ക് വേണ്ടി പുറപ്പെടുകയും ബർക്ക വരെ എത്തുകയും ചെയ്യുകയുണ്ടായി. പക്ഷേ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇങ്ങോട്ട് എത്തി പരിപാടിയിൽ സംബന്ധിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിച്ചതുകൊണ്ട് അദ്ദേഹത്തെ അറിയിക്കുകയാണ് ചെയ്തത്. ഈ പരിപാടിയിൽ എത്തിയിട്ടുള്ള നമ്മുടെ മുഖ്യാതിഥി ഡോക്ടർ യൂസുഫ് സയ്യിദാണ്. അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. ഇതിനു മുമ്പ് പല പരിപാടികളിലും അദ്ദേഹം ഇവിടെ പങ്കെടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ഞാൻ ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളത് പി വി അബ്ദുറഹീം പൊന്നാനിയാണ്. അതുപോലെ അലിയാർ കെടി ഇമാം, ഇവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടി നടത്തുന്നതിന് ഈ അഭിനന്ദനം അറിയിക്കുന്ന കുട്ടികളായ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിജയിച്ച റബീബ റഹീം, രണ്ട് നിഷാദ് നിസാർ, സെക്കൻഡറി വിഭാഗത്തിൽ വിജയിച്ച ഹാഫിസ് ഹുസൻ എന്നിവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്.
പരിപാടിയിൽ സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ യൂസുഫ് സയ്യിദിനെ ക്ഷണിച്ചു.